Good night. അച്ഛൻ്റെ അവിടെ പോയി. അച്ഛാ എന്താടാ അച്ഛൻ കുമാരിയും കുഞ്ഞിനെ കണ്ടോ? അവരകത്തെങ്ങാനും കാണും. ഇവിടെ വന്നിട്ടാണോടാ ചോദിക്കുന്നത്? അച്ഛ അകത്തൊന്നും ഇല്ല, നമ്മൾ അവിടെ മുഴുവൻ നോക്കി. അല്ലേ പിന്നെ അവര് അവിടെ പോയി? അതറിയില്ല. കുഞ്ഞിനെ കാണില്ല, അവളെയും കാണില്ല. അല്ല മോളോട് വല്ലതും പറഞ്ഞിട്ടാണോ പോയത്? എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞെങ്കിൽ പിന്നെ ഇപ്പൊ ഞാൻ വന്ന് അച്ഛനോട് ചോദിക്കണോ? ഓ അത് നേരാണല്ലോ. എടാ നിന്നോട് വല്ലതും പറഞ്ഞാണോ പോയത്? അച്ഛൻ എന്തൊക്കെയാ പറയണേ? എന്നോട് പറഞ്ഞ പോയ ഞാൻ അന്വേഷിച്ചു കൊടുക്കുവോ? രണ്ടാളെയും കാണുന്നില്ല. അപ്പുണ്ണേട്ടാ ഇനിയിപ്പോ കുമാരിച്ചയുടെ വീട്ടിലെങ്ങാനും പോയി കാണുവോ? വീട്ടിലൊന്നും എന്നോട് പറയണ്ട, അവള് പോവില്ല. അല്ലെങ്കിൽ നിന്നോടെങ്കിലും പറയണ്ടേ? അത് പറയണം. ഇനിയേ വഴക്കുണ്ടാക്കിയതിന്റെ പേരില് പേരിലൊന്നുമില്ല, ഇവിടെ ഇവിടെ കാണാവര്. എവിടെ പോയി കിടക്കണോ രണ്ടാളും? അപ്പുണ്ണി എന്താ പ്രശ്നം? അതെ, കുമാരിനെയും കുഞ്ഞിനെയും കാണില്ല. കാണുന്നില്ലേ? ഇവിടെയൊക്കെ തെരഞ്ഞു, എവിടെ ഇല്ല. അവളെ കുഞ്ഞിനെ കൊണ്ട് കാണും. നീ നമുക്ക് സമാധാനം കൊടുക്കുകയല്ലോ. അപ്പച്ചി കാല് മാറരുതട്ടോ. ഞാൻ എന്ത് കാട്ടിനായി പറയണേ? മോളെ ഷാഗനെ, മോളെ കുമാരിയെ ഫോണൊന്നും ചെയ്തേ. അച്ഛൻ ഞാൻ കൊറേ വട്ടം വിളിച്ചു നോക്കി, എടുക്കുന്നില്ല. പിന്നെ എവിടെ പോയത്? എടാ ജമാലേ, നീ ആ കുളത്തിലോ കിണറ്റിലോ ഒക്കെ പോയി നോക്കി. അപ്പച്ചി പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കണ്ടോ? എടുത്ത് കുളത്തിലേക്ക് എറിയും ഞാൻ. എടാ വേണ്ടാതിനല്ലേ ഒപ്പിച്ച് വെച്ച സാധാരണ എന്നെ വെക്കിട്ട് കയറി കാണോ? ഞാൻ എന്ത് വേണ്ടാതിനാ ഉണ്ടാക്കി വെച്ചേ? എടാ നീ ഒരു നിമിഷമെങ്കിലും സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ? കണ്ടോ എപ്പോഴും ആവശ്യമില്ല വഴക്കുണ്ടാക്കില്ലേ? അതെ, ഭാര്യ ഭർത്താക്കന്മാര് വഴക്കുണ്ടാക്കുന്നത് സ്വാഭാവിക ആണോ? എന്നാ സ്വാഭാവികമാണെങ്കിലേ ഈ ഇറങ്ങി പോകും സ്വാഭാവിക. അനുഭവിച്ചോ? അപ്പച്ചി ഭാര്യയും കുഞ്ഞും എങ്ങോട്ട് ഓടിപ്പോയതിന് വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാത്. അയാളെടുത്ത് പിന്നെ തീ കോരിട്ട് അയാളെങ്ങാൻ ആത്മഹത്യ ചെയ്താൽ അപ്പച്ചി കിടന്ന് കരയൂട്ടോ. ജമാലെ, അപ്പൊ നിങ്ങളെല്ലാരും കൂടി അവള് പോയി തന്നെയാണോ പറയണേ? കാണുന്നില്ലല്ലോ, അപ്പൊ പോയിട്ടുണ്ടാവും ഉറപ്പല്ലേ? അപ്പുടേട്ടാ സംയമനം പാലിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാലോ? അപ്പുണ്ണി പോലീസിൽ അറിയിച്ച അവര് എങ്ങനെ കണ്ടുപിടിച്ച് തരും? നീ പോലീസിലൊന്നും പറയണ്ട അച്ഛാ. നീ വിഷമിക്കാടാ. ചേട്ടാ എന്താ കുമാരിച്ചി, കുമാരി കുമാരി അവിടെ നിന്നേ. നീ എങ്ങോട്ടാ പോയേ? എനിക്ക് പറയാൻ സൗകര്യമില്ല. സൗകര്യമില്ലെന്നോ? അച്ഛാ ചോദിക്കച്ചാ. അല്ല മോള് അവിടെ പോയതാ? അച്ഛ കുഞ്ഞിന് ഇന്ന് തുള്ളിമരുന്ന് കൊടുക്കണായിരുന്നു, ഞാൻ ഹെൽത്ത് സെന്റർ വരെ പോയതാ. അപ്പൊ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോകാറുന്നില്ലേ? എന്തിനാ ഞാൻ പറഞ്ഞിട്ട് പോണേ? ആഹാ, എന്താ പറഞ്ഞിട്ട് പോയാല്? കുട്ടിയുടെ അച്ഛനെ ഞാൻ തുള്ളി മരുന്ന് കൊടുക്കാൻ ഞാൻ വന്ന എന്താ കുഴപ്പം? എന്താ കുഴപ്പം? എന്റെ കുട്ടിയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിന്റെ കുട്ടിയോ? അപ്പൊ എന്റെ കൂടെ കുട്ടിയല്ല അച്ഛത്. പിന്നെ അവള് അങ്ങനെ പറയണേ? എന്നെ വേണ്ടാത്തവരെ എനിക്ക് വേണ്ട, എന്റെ കുട്ടിക്കും വേണ്ട. കഴിഞ്ഞില്ലേ? കുട്ടി അങ്ങനെ പറഞ്ഞോ എന്നെ വേണ്ട? പറഞ്ഞു. ചേച്ചി എന്നാലും ചേച്ചിക്കൊന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. ഞങ്ങൾ എവിടെയെല്ലാം നോക്കിന്നറിയോ? ഹെൽത്ത് സെന്ററിൽ ഒന്ന് നോക്കിയാൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിന് ചേച്ചി അവിടേക്കാ പോയത്, ഞങ്ങൾക്ക് അറിയില്ലല്ലോ നോക്കാൻ. കിണറ്റിലോ കുളത്തിലോ ഉണ്ടാവുന്ന അപ്പച്ചി പറഞ്ഞു. ബെസ്റ്റ്. ഇവിടെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ലോ, ഇവിടുത്തെ അമ്മയുടെ അടുത്ത് ചോദിച്ചുകൂടായിരുന്നോ? അതിന് അമ്മ ഇവിടെ വേണ്ട ചോദിക്കാൻ. അമ്മ ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ പോയേക്കാ. അമ്മ അപ്പുറത്തെ വീട്ടിലല്ലേ, ചോദിക്കായിരുന്നല്ലോ. ഞാനേ അമ്മയടുത്ത് പറഞ്ഞിട്ടാ പോയത് കേട്ടാ. അപ്പൊ അമ്മയടുത്ത് പറഞ്ഞിട്ടാണോ നീ പോണ്ടത്? എന്റെ അടുത്ത് പറഞ്ഞിട്ടല്ലേ പോണ്ടേ? എനിക്ക് സൗകര്യം പറഞ്ഞില്ലേ? അച്ഛാ അവള് പറഞ്ഞു പോയത് കേട്ടോ. എടാ അവിടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. വിഷമം കൊണ്ടൊന്നല്ല അച്ഛാ, അവള് മനഃപൂർവ്വം പറഞ്ഞതാ എന്നെ കൊച്ചാക്കാൻ വേണ്ടിട്ട്. ഈ അപമാന സഹിച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കൂല, ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. എന്താ ചിരിക്കണേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഞാൻ നാട് വിടും. നീ എവിടെ പോരാ? ഞാൻ കാശിക്ക് പോവും. അതിന് കാശി എവിടാ തപ്പുണ്ണേന്ന് അറിയോ? കാശിയോ? കാശി എവിടെയാ അച്ഛാ? കാശി രാമേശ്വരത്ത്. രാമേശ്വരത്ത്. രാമേശ്വരം എവിടെയാ അച്ഛാ? കയറി പോടാ.
അതെ, കിട്ടുന്ന ബസ്സിൽ ഞാൻ എവിടെയെങ്കിലും പോറപ്പാ. ഉറച്ച തീരുമാനാണോ? ആ, ഉറച്ച തീരുമാനാ. എങ്കിൽ നീ നാട് വിട്ട് ഒരു സ്ഥലത്തേക്കും പോണ്ട, അപ്പച്ചിയുടെ കൂടെ പോരെ. അപ്പച്ചി നിന്നെ നോക്കിക്കോളാം. ആ, അപ്പൊ എല്ലാരും കേട്ടോ, ഞാൻ അപ്പച്ചിയുടെ കൂടെ പോകാൻ പോവാ. പിന്നെ ഒരു കാര്യം, കൊച്ചിനെ പൊക്കി പിടിച്ച് ഭർത്താവിനെ തിരക്കി എന്റെ വീട്ടിലേക്ക് ഒരുത്തിയും പോരരുത്. അത് ഉറക്കെ പറ, ഉറക്കെ പറ. പിന്നെ ഒരു കാര്യം, കൊച്ചിനെ പൊക്കി പിടിച്ച ഭർത്താവിനെ തിരക്കി എന്റെ വീട്ടിലേക്ക് ഒരുത്തിയും പോരരുത്. അവളെ ഭാര്യയുടെ മുമ്പിൽ നട്ടല് വിളച്ച് നിൽക്കുന്ന പോലെയല്ല അവനാണ്. അപ്പച്ചേ, അപ്പച്ചി പോയി ഡ്രസ് മാറ്, ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. 5 മിനിറ്റ് റെഡി. അത്ര കൊള്ളത്തില്ലല്ലോ. അച്ഛാ, അപ്പുണ്ണിയുടെ ശരിക്കും പോവെന്നാ തോന്നുന്നേ. എവിടെ പോവാൻ? എവിടെ പോയാലും പശുവിനെ കറക്കേണ്ട സമയമാകുമ്പോൾ ആള് എത്തിക്കോളൂ കേട്ടോ. മോൾ ടെൻഷൻ അടിക്കണ്ട. അപ്പുണ്ണി, ഇതെന്താ സഞ്ചിയൊക്കെ പിടിച്ചിവിടെ ഇരിക്കണേ? എന്താ, എനിക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ലേ? അയ്യോ, നീ ഇരുന്നോ? ഞാനേ ആ വനജയുടെ വീട്ടിൽ പോയതാ. അയൽക്കൂട്ടത്തിന്റെ രജിസ്റ്റർ എടുക്കാൻ മറന്നു. അത് ഞാൻ എവിടെ വെച്ച, അലമാരയുടെ ഉള്ളിലാണോ അപ്പുറത്തെങ്ങാനും ആണോ? ഇതിന്റെ ഉള്ളിലെങ്ങാനും ഉണ്ടാ? ഇതിനകത്തൊന്നുമില്ല. അമ്മ അയൽക്കൂട്ടത്തിന് മീറ്റിംഗ് ആയിട്ട് ഇങ്ങനെ നടന്നോ? വീട്ടിൽ നടക്കണ ഒരു കാര്യം അറിയണ്ട കേട്ടോ. വീട്ടിലെന്ത് കാര്യം നടന്നു? വീട്ടിലെന്ത് കാര്യം നടന്നു? അമ്മേ, കുമാരി കുട്ടിക്ക് തുള്ളി മരുന്ന് കൊടുക്കാൻ പോണ ഒരു അമ്മയോട് പറഞ്ഞല്ലേ? ആ, എന്നിട്ട് അമ്മ എന്താ എന്നോട് പറയാഞ്ഞേ? നിന്നോട് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? ആ, എന്നോട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ്? അപ്പൊ എനിക്കിവിടെ ഒരു വിലയില്ല അല്ലേ? ആ കുട്ടിയുടെ അച്ഛനാ ഞാൻ. അപ്പൊ എനിക്ക് ആ തുള്ളി മരുന്ന് കൊടുക്കാൻ കൂടെ പോയാൽ എന്താ കുഴപ്പം? ഇതിനിപ്പോ എന്താ ഉണ്ടായത്? ആ, എന്താ ഉണ്ടായത്? അമ്മ പോയിക്കോ, അയൽക്കൂട്ടത്തിന് മീറ്റിങ്ങിന് പോയിക്കോ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എടാ, കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യമൊന്നുമില്ല, അമ്മ പോക്കോ. അമ്മ ഇവിടുത്തെ ഒരു കാര്യം അറിയണ്ട. എടാ, എന്താ കാര്യം? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? പുണ്ണി, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? എടാ, നിന്നോട് നമുക്ക് ഇറങ്ങിയാലോ ഒന്ന്. ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ എന്നെ ആലോചിക്കാന്? എന്തെങ്കിലും എടുക്കണ്ടോന്ന് ആലോചിക്കണ്ടേ? ആ, നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നേ? ഞാൻ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോവാ. എന്താ അപ്പച്ചിയുടെ വീട്ടിൽ എന്താ വിശേഷം? അതൊക്കെ ഉണ്ട്. എന്താ അവിടെ എന്താ കാര്യം? അവിടെ അല്ലല്ലോ കാര്യം, ഇവിടെയല്ലേ കാര്യം. ഇവിടെയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകുന്ന എന്തിനാ? അമ്മേ, അമ്മ അയൽക്കൂട്ടത്തിന് മീറ്റിങ്ങിന് പോക്കോ. അമ്മ അതൊന്നും അറിയണ്ട. നീ പോയ കാര്യം എന്താന്ന് പറയടാ. കാര്യമൊന്നുമില്ല, ഞാൻ അപ്പച്ചിയുടെ കൂടെ പോവാ. തന്നെ അത് തന്നെ. അല്ല, നീ ഇതുവരെ പോയില്ലേടാ? ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇരുട്ട് പോയേ. ഞാൻ പോകുന്നതിന് കളിയാക്കുകയാണല്ലേ? എനിക്കറിയാം ഈ വീട്ടിൽ ആർക്കും എന്നോട് സ്നേഹമില്ലെന്ന്. ഷാഹിന, ഇവിടെ എന്താ നടക്കണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, ഞാൻ പറഞ്ഞുതരാം. ഈ അപ്പുണ്ണിയേട്ടനും കുമാരേച്ചിയും തമ്മിൽ വഴക്കാ. അതിന് അപ്പുണ്ണിയേട്ടൻ വേണമെങ്കിൽ അപ്പച്ചിയുടെ കൂടെ പോവാന്ന്. ആഹാ, അത്രയുള്ള കാര്യം. ഇതിനാണോ നീ ഇപ്പൊ പിണങ്ങി പോകാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അച്ഛൻ എത്ര പ്രാവശ്യം പോണടാ? അച്ഛനത് പറ്റാണ്ടാ. എനിക്കത് പറ്റും, ഞാൻ പോവും. അമ്മേ, ഇത് അതുപോലല്ല. കുമാരേച്ചി പറയുന്നു അപ്പുണ്ണിയേട്ടനെ വേണ്ടാന്ന്, അപ്പുണ്ണിയേട്ടൻ പറയുന്നു കുമാരേച്ചിയെ വേണ്ടാന്ന്. ഇതിൽ ആരെയാ വേണ്ടാത്തെ? അപ്പുണ്ണിയേട്ടാ, ആരെയാ വേണ്ടാത്തെ? എനിക്കറിയില്ല, എനിക്ക് പോണം. എടാ പുണ്ണി, നീ ഇറങ്ങുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞാൽ ബസ് കിട്ടത്തില്ല. ഞാനിപ്പോ വരാം. ഷാഹിന, എന്താ അമ്മേ? അയൽക്കൂട്ടത്തിന്റെ രജിസ്റ്റർ എവിടെയാ വെച്ചതെന്ന് ഞാൻ മറന്നുപോയി. നിനക്ക് ഓർമ്മയുണ്ടാ? എന്താ അമ്മ ഇത്? ഇത്രയും സീരിയസ് ആയിട്ട് ഒരു കാര്യം ഇവിടെ നടക്കുമ്പോ അമ്മക്ക് അയൽക്കൂട്ടാണോ വലുത്? അതെ, ഇതിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് വനജയുടെ വീട്ടിൽ നടക്കുന്നത്. പിന്നെ അപ്പുണ്ണിയുടെ കാര്യം, അവൻ എവിടെയും പോകാൻ പോകുന്നില്ല. ഇടി പോകുന്ന കാര്യം പറഞ്ഞപ്പോ അവൻ ഇവിടുന്ന് താളം ചവിട്ടി ഇറങ്ങിപ്പോയത് നീ കണ്ടല്ലേ? തുമ്പിനെ ചമ്മാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അവൻ വരാൻ പോകുന്നില്ല. ഞാൻ ആ രജിസ്റ്റർ ഒന്ന് തപ്പിയെടുക്കട്ടെ, ഇല്ലെങ്കിൽ വനിജ എന്നെ കൊല്ലും. ആരാ ചമ്മാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ചേച്ചി, അപ്പുണ്ണിയേട്ടൻ അപ്പച്ചനോട് പോവാന്ന്. ആണോ? നന്നായി പോയി. അതിനിപ്പോ ഞാൻ എന്ത് വേണം? ചേച്ചി ഇങ്ങനെ വാശി കാണിക്കില്ല. അപ്പുണ്ണിയോട് സംസാരിക്കുക. അപ്പുണ്ണിയേട്ടൻ ഇവിടെ നിൽക്കും, പോവില്ല. എടി, എന്നെ ഇഷ്ടമില്ലാത്തവര് പൊയ്ക്കോട്ടെ. ഞാൻ പിന്നെ ബലം പിടിച്ച് ഇവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ചേച്ചി.
അതെ ചേച്ചി, തമാശ അല്ല കേട്ടോ, കാര്യം സീരിയസ് ആണേ. അപ്പുണ്ണേണ്ട തുണിയൊക്കെ സഞ്ചിയിലാക്കിയിട്ട് പോവാൻ റെഡി ആയിട്ട് നിൽക്കുക. ആഹാ, സഞ്ചിയിലാക്കിയോ? എന്നാ പിന്നെ പോട്ടെ, എവിടം വരെ പോകുന്നൊന്നും അറിയണല്ലോ. ചേച്ചി ഒന്ന് സംസാരിക്കാം, അപ്പുണ്ണേട്ട് അങ്ങ് പോയാലോ? നിനക്ക് എന്താടേ പോട്ടേന്നേ? പോയി കഴിഞ്ഞ് പിന്നെ പറയല്ലേ? ഇല്ല, ഞാൻ നിന്നോടൊന്നും പറയാൻ പറ്റില്ല. എന്തെന്നാ ചേച്ചി? ഒന്ന് ശല്യപ്പെടുത്താതെ പോവാമോ നീ? അച്ഛാ, അപ്പുണ്ണേട്ടൻ പൊക്കോട്ടെ എന്നാ ചേച്ചി പറയുന്നേ. ആണോ മോളെ കുമാരിയെ, ഇത്രയും വാശിയൊന്നും വേണ്ട കേട്ടോ. അച്ഛൻ ഇത് വാശിയല്ല, അത്ര ഗതി കെട്ടിട്ടാ. അത്യാവശ്യം വാശിക്കൊക്കെ അച്ഛൻ കൂട്ട് നിൽക്കാറില്ലയോ? മോളൊരു കാര്യം ചെയ്യ്, അവനെ ഒന്ന് വിളിക്ക്. അച്ഛൻ ഞാൻ വിളിക്കില്ല. അച്ഛനിപ്പോ എനിക്ക് വാശി എന്ന് പറയണ്ടല്ലോ. അപ്പുണ്ണേട്ടൻ എന്നോടാണ് പറഞ്ഞ എന്നെ ഇഷ്ടല്ല, അവനെ മാത്രമേ ഇഷ്ടമുള്ളൂന്ന്. എന്നിട്ട് ഇപ്പൊ ഇതാ പോവാൻ പോണു. അപ്പൊ അപ്പുണ്ണേട്ടനല്ലേ ഓർക്കേണ്ടത്, ഞാനും ഇവനും ഇവിടെയുള്ളത്, ഇവിടെയാണ് അപ്പുണ്ണേട്ടൻ നിൽക്കേണ്ടതെന്ന്. അപ്പൊ ആർക്കാ വാശി? അപ്പുണ്ണേട്ടനല്ലേ? അല്ല, ഞാൻ പറയാനുള്ള പറഞ്ഞത്. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. ചേച്ചി, അച്ഛൻ വരെ കൈ വിട്ടുട്ടോ. നീ പോയില്ല ഇതുവരെ? ഞാൻ പോവാ. ഞാൻ പോവാട്ടോ. അപ്പൊ ഈ പോവാൻ തന്നെ തീരുമാനിച്ചോ? പോണം ജമാലെ, പോകാണ്ട് പറ്റില്ല. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചൂടെ? ഒന്നും ആലോചിക്കില്ല. ഇവിടെ ആർക്കും എന്നെ വേണ്ട. പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കണേ? ഇവറ്റക്ക് തന്നെ വേണം, പക്ഷെ വേറെ ആർക്കും എന്നെ വേണ്ട. ഞാൻ പോവാ. ഇനി ജമാല് നോക്കൂട്ടോ. ജമാലെ, പൊന്നുപോലെ നോക്കണം കേട്ടോ അവരെ. അതൊക്കെ ഞാൻ എൻ്റെ മക്കളെ പോലെ നോക്കിക്കോളാം പുണ്ണി. എന്നാ പുണ്ണി പോയിക്കോ, ലേറ്റ് ആക്കണ്ട. പോയിക്കോളാനോ? അപ്പൊ നിനക്കും ഞാൻ പോകണം തന്നെയാണ് അല്ലേ? അപ്പുണ്ണിയല്ലേ പറഞ്ഞ ഒരു മാറ്റവും ഇല്ലാന്ന്, ഒന്നുകൂടി ആലോചിക്കുന്നില്ലാന്ന്. അങ്ങനെയുള്ള മനുഷ്യരോട് ഞാൻ എന്ത് പറയാനാ? നല്ലൊരു മയത്തിലൊക്കെ പറഞ്ഞോളൂ എനിക്ക്. ചേട്ടാ, അപ്പൊ നമ്മൾ പറഞ്ഞായി കുറ്റം. പിന്നെ പുലച്ചക്ക് 4 മണിക്ക് എഴുന്നേക്കണം കേട്ടോ. 4 മണിക്ക് എഴുന്നേറ്റ് തൊഴുത്ത് കഴുകണം, ഇവരെ കറക്കണം, പാല് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കണം. പിന്നെ തിരിച്ചു വന്നിട്ട് അവർക്ക് പുല്ലും കാടിവെള്ളമൊക്കെ കൊടുക്കണം. അപ്പുണ്ണിന്റെ പരിചയത്തിലേ ഈ പശുവിനെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തിനാണ്? അല്ലാണ്ട് ഇത്രയും പണി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? അതിന് ഞാനിവിടെ ഫാമൊന്നും നടത്തുന്നില്ല. 2 പശുക്കളുടെ കാര്യം പറഞ്ഞുള്ളൂ. ഇതൊക്കെ ഞാൻ ചെയ്യണത് അവിടെ. 2 ചെറിയ പശു നല്ലത്. എനിക്കൊരു മനസ്സമാനത്തിലൂടെ പോവാൻ നീ സമ്മതിക്കില്ലല്ലേ? കഷ്ടാണ്. എന്തെങ്കിലും ആവട്ടെ. ജമാലിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എവിടെയുള്ള പുണ്ണി? എന്താണ്? മറ്റേ കാടിവെള്ളം കലക്കുന്ന പാത്രം, കുളിപ്പിക്കാനുള്ള ഷാമ്പു, സോപ്പ്, ഇതൊക്കെ വെച്ച്. സോപ്പ് ഷാമ്പൂ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അത് നല്ല വെള്ളം ഒഴിച്ചിട്ട് ചകിരി കൊണ്ട് ഇങ്ങനെ ഉരച്ച് കുളിപ്പിച്ചാൽ മതി. അത് ശരി. സോപ്പ് ഷാമ്പൂ കിട്ടിയാൽ കുളിപ്പിക്കണേ. പിന്നെ കാടിവെള്ളം കലക്കണ പാത്രമൊക്കെ ഷാനിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഷാൻ പറഞ്ഞു തരും. അതെ നന്ദിനി, നീ ജമാല് കുളിപ്പിക്കാനൊക്കെ മറന്നാലേ രണ്ടാളും ആ കുളത്തിൽ പോയിട്ട് കുളിച്ചിട്ട് പോരണ്ട് കേട്ടോ. സ്വന്തമായിട്ട് ആരെയും വിഷമിപ്പിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പുണ്ണിയെ വിളിച്ചാൽ മതി കേട്ടോ. ഓ, ഇവരെ ഫോണൊക്കെ ഉണ്ടോ? ഒന്നും മിണ്ടാതിരിക്കടാ. ഇവിടെ ചങ്കുവട്ടി മനുഷ്യൻ നിൽക്കുമ്പോഴാ അവൻ്റെ. ഞാൻ പോവാ. അന്തിരി രമണി പോവാട്ടോ. പോയിക്കെന്റെ അപ്പുണ്ണിയെ പിന്നെ തന്നെ പറഞ്ഞു കൊടുക്കുക. ഇവരെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. അവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് പോവാന്ന് തോന്നില്ല. അതാ. എന്നാ പിന്നെ പോകണ്ട, ഇവിടെ നിന്നോ. നീ വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലോ ജമാലേ. അപ്പുണ്ണിയെ, നീ ഇവിടെ വന്ന് നിൽക്കണം, നമുക്ക് പോകണ്ടേ? ആ, ഞാനേ ഈ നന്ദിനെ രമണിനെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എനിക്ക് അവരെ പിരിഞ്ഞിട്ട് പോരാൻ തോന്നില്ല അപ്പച്ചി. നിനക്ക് അത്രയ്ക്ക് വിഷമാണെങ്കിലേ നമുക്ക് ഇവരെ കൂടി വണ്ടി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാം. എന്താ? ആണോ? കേട്ടോ നന്ദിനി, അപ്പച്ചി പറഞ്ഞ കേട്ടോ, നിങ്ങളെ വണ്ടി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ടേ തൊഴുത്തൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. എന്നിട്ട് സൊസൈറ്റിക്ക് എവിടെയാന്ന് നോക്കട്ടെ. എന്നിട്ട് 2 ആളെ അങ്ങോട്ട് കൊണ്ടുപോവാ. സന്തോഷായില്ലേ? പോവാ. പുണ്യേ, ആ, നീ എന്താടാ ഈ കാണിച്ചു കൂട്ടുന്നത്? ഞാൻ അമ്മാവനെ കാണാൻ നിൽക്കായിരുന്നു. ഞാൻ പോവാ അമ്മാവാ. എവിടേക്ക്? അപ്പച്ചിയുടെ വീട്ടിലേക്ക്. അപ്പച്ചിക്കും വട്ടായോ?
അപ്പൊ എനിക്കും വട്ടെന്നാണോ പറയണേ? അല്ല നീ ഈ വഴക്കൊക്കെ കാണിച്ചു കൂട്ടിയ പിന്നെ എന്തെന്നാ നിന്നെയൊക്കെ പറയണേ? അതെ, ആരും ആശ്രയില്ലാത്തവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവനെ ഞാൻ പൊന്നു പോലെ നോക്കും. അപ്പച്ചി എന്താ ഓർഫനേജോ? അതെന്തു ആയിക്കോട്ടെ, നീ അറിയേണ്ട കാര്യമില്ല. അതെന്റെ ആങ്ങളയുടെ മോനാ. എന്നാ കൊണ്ടുപോയിക്കോ. അതെ, അവന്റെ ഒരു ഭാര്യയും കുട്ടിയും കൂടി ഉണ്ട് ഇവിടെ. അയ്യോ, അത് അവളും കൂടെ ചിന്തിക്കണായിരുന്നു. എടാ പുണ്ണി, നീ അത് കൊണ്ട് അകത്ത് വെക്കടാ, വേണ്ടാത്തതിന് കണ്ടടാ. ഇല്ല അമ്മാവ, ഞാൻ തീരുമാനിച്ചു. എന്റെ തീരുമാനത്തിൽ ഇനി മാറ്റില്ല, ഞാൻ പോവാ. എടാ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഈ പശുക്കളും കൃഷിയും കാര്യങ്ങളൊക്കെ ആരെ പിന്നെ നോക്കുക? കൃഷിയൊക്കെ അവിടെ നശിച്ചോട്ടെ, ഞാൻ നോക്കൂ. എല്ലാം എന്നെ ഏൽപ്പിച്ചു. ആ അപ്പൊ കറക്റ്റാ. നശിക്കാനാണെങ്കിൽ ഇവനെ ഏൽപ്പിച്ചാ മതി. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ കാര്യം. അമ്മാവൻ നീ ഒന്നും പറയണ്ട അമ്മാവ, ഞാൻ പോവാ. അപ്പച്ചി മുന്നോട്ട് ചെല്ല്. പറഞ്ഞാ ഭംഗി ഒരു ഓട്ടോ വിളിച്ചിട്ടൊന്നേ. എന്തിനാ ഓട്ടോ വിളിച്ചോണ്ടിരുന്നേ? പോണ ആൾക്കാർക്ക് ആ പോണ വിളിക്കാൻ വിളിച്ചിട്ട് പോയാ പോരെ? അപ്പച്ചി അതൊന്നും വേണ്ട, അപ്പച്ചി മുന്നോട്ട് ചെല്ല്. ഓട്ടോ വേണ്ട. ആ എനിക്കല്ലെങ്കിൽ ഓട്ടോ ഇല്ല. അമ്മാവ ഞാൻ പോവാട്ടോ. അവസാനമായിട്ട് എന്റെ സുഷ്കാന്തിനെ ഒന്ന് കാണണം. അവനെ ഇവിടെ ഒന്ന് കണ്ടേട്ടെ. ഇതാ പുണ്യ പറയണ കേക്കണം. വേണ്ട ജമാലെ, പോയിക്കോ. എന്തൊരു കഷ്ടാ നോക്കി ഈ ചെക്കൻ്റെ ഒക്കെ ഓരോ തീരുമാനം നോക്കി ഇങ്ങനെ നിന്നോ. ഇനി ഒന്നും കിട്ടില്ല, ഉള്ളതൊക്കെ വാരി വലിച്ച് നിന്നോ. നീ കഴിഞ്ഞു അത്തിക്കലൊക്കെ. എന്ത് നോക്കിയിരിക്കാ നീ? 4 മണിക്ക് ഇരിക്കണം. ഇരിപ്പിക്കാൻ ഞാൻ പോവാണ്. ഞാൻ പോവാണ്. അതിനിപ്പോ ഞാനെന്ത് വേണം? എനിക്കെന്റെ കുട്ടീനെ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. എന്റെ ചേച്ചി വാശിയൊന്ന് നിർത്ത്. നീ ആരടി ഇതിൽ ഇടപെടാൻ? ചേച്ചി വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ. എന്ത് കുഴപ്പമുണ്ടാക്കല്ലേ? കുമാരി, ഞാൻ ഒന്നുകൂടി ചോദിക്കാം, എനിക്ക് എന്റെ കുട്ടീനെ ഒന്നുകൂടി കാണാൻ പറ്റുമോ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഈ പോകാൻ പോണ ആൾക്കാരൊക്കെ എന്തിനാ എന്റെ കുട്ടീനെ കാണാൻ പറ്റേ? ഷൈന, മോനെ എഴുന്നേക്കുമ്പോ പറഞ്ഞേക്ക അച്ഛൻ പോയിന്ന്. അല്ല, അമ്മ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ മതി. അപ്പുണ്ണേട്ടാ, ഞാൻ പോവാ. ചേച്ചി ഇത് ഇത്തിരി കൂടുതലാട്ടോ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ആണെങ്കിൽ ഞാൻ സഹിച്ചു. ഓ ഓടിയായിരുന്നു. പിന്നെ നിന്റെ അച്ഛനെ നമ്മളെ പേടിപ്പിക്കണു, എങ്ങാണ്ട് പോവാന്ന്. പോയാ എവിടം വരെ പോകുന്ന ഈ അമ്മയ്ക്കറിയാം. കൂടി വന്ന ആ സൊസൈറ്റി വരെ പോവും, അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് കറങ്ങി ഇങ്ങോട്ട് വരട്ടെ. നിന്റെ അച്ഛനുണ്ടല്ലോ നല്ല തൊല്ലിന്റെ കുറവുണ്ട്. വരട്ടെ ഇങ്ങോട്ട്, ശരിയാക്കാം. ഇറങ്ങി വാടാ. ബസ് പോയാ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചു പോകേണ്ടി വരും. ഈ മീൻ കച്ചവടക്കാരന്മാര് വിളിച്ചു പോകല്ലേ? ബസ് പോയാലെന്താ അന്തസ് കളയായിരുന്നു, ഓട്ടോറിക്ഷ വിളിച്ചു പോ. അതെന്റെ സൗകര്യം പോലെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. നീ ഇതിലാണ്ട് പെടട്ടെ. ചെയ്യ് എല്ലാത്തിനും കയറി കൂട്ടു. മരട്ട മങ്ങളെ ആ ചെക്കൻ 2 ദിവസം കൂടി ഇവിടെ നിൽക്കണേ. ആ വഴക്കൊക്കെ ഒത്തുതീർപ്പാവേണ്ടതാ. ഇതിപ്പോ അപ്പച്ചി വിളിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഇറങ്ങി പോണേ. ഇതിനാണ് എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറയാ. ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ നീ ഇടപെടണ്ട. പെങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട് അവരെ ഒരു പരുവത്തിലാക്കി. എന്റെ കാര്യത്തിലെങ്ങാനും ഇടപെട്ട നീ വിവരം അറിയും. ബാലാമണിയാ പറയുന്നത്, ഓർമ്മയിരിക്കട്ടെ. കിലോന് എത്രയാണോ? അപ്പച്ചി പോവാ. അപ്പൊ എല്ലാരോടും അപ്പുണ്ണി പോവാ. ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരടാ പുണ്യേ. ഇനി ആലോചിക്കാനൊന്നുമില്ല അമ്മവാ, എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചതാ. ഓ, തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ നടക്കട്ടെ. മോനെ പുണ്ണി, അച്ഛൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് വരാൻ കേട്ടോടാ. എന്തിന്? അല്ല, നീ ഇനി ഇങ്ങോട്ട് വരുത്തതേ ഇല്ലല്ലോ. ഓ, അപ്പൊ ഞാനിനി ഇങ്ങോട്ട് വരണ്ടെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം അല്ലേ? അയ്യോ, ഇന്നലെ സങ്കടമുള്ളവർ എന്തിനാ പോവാൻ നിൽക്കണേ? എനിക്ക് പോയേ പറ്റൂ. ആ എന്നാ ശരി, പോ. പിന്നെ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം. അല്ല, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോ. അതെ, എനിക്ക് പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അമ്മാവന് അത്യാവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ വേണ്ട. എനിക്ക് എല്ലാത്തിനും അവിടെ അപ്പച്ചി ഉണ്ടാവും. അപ്പൊ അപ്പച്ചിനെ കിട്ടിയോടുകൂടെ ബാക്കി എല്ലാവരും അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാ പോക്കോ.
ഭംഗി എനിക്കിപ്പോ ഒരു ഗമയാടാ. എന്തേ? ആരെങ്കിലും എന്നോട് ചോദിച്ചാലാ എന്റെ 3 മക്കളും പുറത്താന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. 2 മക്കള് പുറത്താന്ന് പറഞ്ഞാൽ മതി. ഒരു മോനെ പുറത്താക്കിയെന്നും പറഞ്ഞു. അമ്മാവാ അച്ഛാ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഒരാൾ ചങ്ക് പൊട്ടി ഇറങ്ങാൻ നേരത്തെ എങ്ങനത്തെ വർത്താനൊക്കെ പറയാ? അപ്പൊ നിനക്ക് എങ്ങനെ ഇവിടുന്ന് ഇറങ്ങി പോകാൻ തോന്നണേ? എത്ര ആൾക്കാർ ഇവിടെ ചങ്ക് പൊട്ടി നിൽക്കുമ്പോ? അതാ അവിടെ പോയി ചോദിക്കും. ആ അപ്പടിയേ പൈസ വല്ലതും വേണോ? പൈസേൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഞാനേ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാ. ഞാൻ അങ്ങനെ ജീവിച്ചോളും. നിങ്ങളെ എന്റെ മോനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടേ. അയ്യോ ഉപദേശത്തിന് നന്ദി. നിങ്ങൾ നോക്കിയാലും ഭംഗിയായിട്ട് ഞാൻ എന്റെ മോനെ നോക്കും. അതെനിക്കറിയാമല്ലോ പെങ്ങളെ. അത് ശരിയാടാ പുണ്ണി. അപ്പച്ചി നിന്നെ ഭംഗിയായിട്ട് നോക്കും. വയറ് നിറയെ ചോറും തരും. ഒറ്റ ഡയലോഗിലെല്ലാം ദഹിപ്പിക്കുകയും ചെയ്യും. എടാ ഭംഗി, നിന്നോട് ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നു ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടരുതെന്ന് കേട്ടോ. അടുത്ത ആഴ്ച ഞങ്ങളെല്ലാരും കൂടി ഒന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? അവനെ ഒന്ന് കാണാൻ. അയ്യോ അതിന് അവനെ പ്രസവത്തിന് കൊണ്ടുപോകുന്നല്ല,